ദുആ അല്ലാതെ വേറെ മരുന്ന് നമ്മളെ മുമ്പിൽ നെഹി. ഞാൻ മലയാളി അല്ല, അതുകൊണ്ട് മലയാളം അറിയില്ല. ബാഹുപ്പനെ മുടി 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 അവിടെ ആളെ നിൽക്കണില്ലേ? പിന്നില്ലേ? കൂലി വാങ്ങാൻ നിങ്ങൾ അല്ലാണ്ട് ദ്വാരക്കലുണ്ടോ? പക്ഷെ നമ്മളെ ദ്വാ ആരും കേൾക്കണില്ല. അള്ളാഹു കേൾക്കണില്ലല്ലോ. അള്ളാഹ് നിങ്ങളെ ദ്വാ കേട്ടിക്കളി കൂടെ ഒന്ന് മുന്നിരിക്കേണ്ട ആവശ്യമുണ്ടോ? പറയടോ. ഞാൻ മലയാളം ഇല്ല ഉണ്ടോ? എന്തെങ്കിലും ദ്വാ നമ്മള് ദ്വാ ചെയ്യുന്നുണ്ട്, പക്ഷേ നമ്മൾ ആ ദ്വാ അള്ളാഹു സ്വീകരിക്കണില്ല. അങ്ങനെ സ്വീകരിക്കണമെങ്കിൽ വരൂല. മഹാനായ ഇബ്രാഹിം നബി അലൈഹി ചെറിയൊരു ചരിത്രം കേട്ടോ. ഇപ്പൊ നിങ്ങൾ പറയും തങ്ങളിപ്പോ പറഞ്ഞത് കറക്റ്റാണ് അറിയാൻ വേണ്ടിട്ട് നമ്പ്രൂദിന്റെ പട്ടാളം തീരുമാനിച്ചു. നിങ്ങൾ കേട്ടിക്കണോ ചരിത്രം? നമ്പ്രൂദ് എന്താക്കി വലിയൊരു തീക്കുണ്ടാരം പണിതു. ആ തീക്കുണ്ടാരം പണിതു. ആ തീക്കുണ്ടാരത്തിന്റെ അടുത്തേക്ക് ആർക്കും പോകാൻ പറ്റൂല. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ എങ്ങനെ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയുമെന്ന് തല പുകഞ്ഞ് ആലോചിക്കാനായി നമ്പ്രൂദ്. അങ്ങനെ എന്താക്കി നമ്പ്രൂദിനോട് ഒരാൾ പറഞ്ഞു, കുറച്ച് അമ്പും വില്ലും കൊടുത്തിട്ട് അതിന്റെ മുമ്പിൽ നിർത്തിയിട്ട് ഇങ്ങോട്ട് വിട്ടോ. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അമ്പിന്റെ മുമ്പിൽ നിർത്തിയിട്ട് വിട്ടു തീക്കുണ്ടാരത്തിലേക്ക്. പക്ഷേ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തീക്കുണ്ടാരത്തിലേക്ക് വീണില്ല. എന്താ കാരണം? എന്തുകൊണ്ട് വീഴാതിരുന്നത്? മലയാളം നെഹി നെഹി. ആണുങ്ങൾ പറഞ്ഞാണ് എന്തുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തീക്കുണ്ടാരത്തിലേക്ക് വീഴാതിരുന്നത്? മലപ്പുറക്കാരന്റെ എല്ലാവരും അവിടെ അല്ലാഹു റഹ്മത്തിന്റെ മാലാഖമാരുള്ള ഇറക്കിയിട്ടുണ്ട്. റഹ്മത്തിന്റെ മാലാഖമാര്. അപ്പൊ ഈ തീക്കുണ്ടാരത്തിലേക്ക് വീണ സമയത്ത് ആര് കുടിക്കാണ്? മലായികത്തുകൾ സംരക്ഷിക്കാൻ. എങ്ങനെ കാട്ടിട്ടൊന്നുമില്ല ഇബ്രാഹിം തീക്കുണ്ടാരത്തിലേക്ക് എറിയാൻ സാധിക്കുന്നില്ല. അങ്ങനെയാണ് ഒരു പച്ച ഒരു തലയെക്കെട്ടൊക്കെ കെട്ടി വലിയ താടിയൊക്കെ വെച്ച് ഒരു മനുഷ്യൻ ഇങ്ങനെ വരുന്നുണ്ട്. അത് ആരാ അറിയാം? നിങ്ങൾ പറഞ്ഞ ഏത് നബിയാ? ഇദ്രീസ് നബിയാ? ഇബ്ലീസ് വരിക, അങ്ങനെ നടന്നു വരിക. അപ്പൊ നമ്പ്രൂദിനോട് ചൊല്ല, നമ്പ്രൂദ് എന്താണ് പ്രശ്നം പറയാണ്. ഇബ്രാഹിമിനെ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയാൻ കഴിയുന്നില്ല. അപ്പൊ നമ്പ്രൂദിനോട് ഇബ്ലീസ് പറയാൻ അങ്ങനെ പറ്റൂല. ഖലീലുള്ളാഹി ഇബ്രാഹിം അല്ലാഹുവിന്റെ കൂട്ടുകാരനല്ലേ? അതുകൊണ്ട് സംരക്ഷിക്കാൻ ഒരുപാട് മലക്കുകളെ അല്ലാഹു ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോ എന്താ ചെയ്യുക ചോദിച്ചു. പിന്നെ ഇബ്ലീസ് കുരുട്ട് ബുദ്ധിയാ. ഇബ്ലീസിന്റെ ബുദ്ധി മലായികത്തുകൾക്ക് ദർസ് നടത്തിയ ആളാണ്. ആര്? മലക്കിന് ദർസ് നടത്തിയ ആളാണ് ഇബ്ലീസ്. ഭയങ്കര കുരുട്ട് ബുദ്ധിയാണ്. അപ്പോൾ ഇബ്ലീസ് പറഞ്ഞു കൊടുത്ത ഐഡിയ എന്താ അറിയോ? ഇത് കുറെ പെണ്ണുങ്ങളെ കൊണ്ടുവരിക, എന്നിട്ട് എന്ത് ചെയ്യാ, അവരെ മുടിയൊക്കെ കഴിച്ചില്ല, അവർ നെത്തയായി നിർത്തിയാൽ ആര് പോകും? പറയേ മലായികത്തുകൾ പോകും. ആ മലായികത്തുകൾ പോകുമ്പോ സുഖമായിട്ട് എന്ത് ചെയ്യാ, ഇബ്രാഹിമിനെ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയാം. അങ്ങനെ എന്താക്കി ഇബ്രാഹിം നബീനെ വലിച്ചെറിയാൻ വേണ്ടി കുറെ പെണ്ണുങ്ങളെ കൊണ്ട് ഒരു ഔറത്തൊക്കെ വെളിവാക്കി. എന്നിട്ട് അമ്പും വില്ലും വിട്ട് അമ്പില് ഇബ്രാഹിം നബിനെ വെച്ച് വിട്ടപ്പോ ഈ കുണ്ടാരത്തിലേക്ക് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം വീണു. കുല്ലിയാനി തുഖൂനി ബർദൻ വസ്സലാമൻ അലാ ഇബ്രാഹിം. കേട്ടുക്കണോ? ഈ പുള്ളികളൊക്കെ പങ്ങളെ വീട്ടിലൊരു കാര്യം പറയട്ടെ. മോളെ കുട്ടിനടുത്തൊരു സീറ്റ് കൊടുത്ത വയസ്സായ ആൾക്കാരൊക്കെ എന്ത് ചെയ്യാ, നീച്ച് നിൽക്കുക. ചെറുപ്പക്കാരത്തിലൊക്കെ ഇരിക്കും. കാരണം ചെറുപ്പക്കാരത്തൊക്കെ മേലും കൈ വേദന കൈ കടച്ചിലൊക്കെ ഉണ്ടാവും.
ഇപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യം ഞങ്ങൾ പറയാം. ഇപ്പൊ നിങ്ങളെ വീട്ടിൽ നിങ്ങൾ ദ്വാരിക്കണില്ലേ? അല്ലാഹുവിനോട് 5 വഖത്ത് നിസ്കാരം കഴിഞ്ഞിട്ട് ദ്വാരിക്കുമല്ലോ, എല്ലാ വിഷമങ്ങളും മാറ്റിക്കൊണ്ട് റബ്ബേ അല്ലേ ദ്വാരിക്കലുണ്ട്. നിങ്ങൾ ഇന്ന് സുബഹിക്കുന്നത് എന്താ? സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലി ദ്വാരിക്കണം. നിങ്ങൾ വീട്ടില് ജീവിക്കുന്ന സമയത്ത് നിങ്ങളെ വീട്, നിങ്ങളെ ഭർത്താവും നിങ്ങളെ ഭാര്യയും നിങ്ങളെ മക്കളും ഉണ്ടാവും. ആ സമയത്ത് ചിലപ്പോൾ നിങ്ങൾ എന്തില്ല, തലമുടി മറക്കൂല. ചില പെണ്ണുങ്ങൾ എന്താ, പുറത്തുള്ള ഒരാളും നമ്മളെ വീട്ടില് ഇല്ല. അപ്പൊ നമ്മൾ അത് പിന്നെ എന്റെ പെണ്ണുങ്ങളോട് ഞാൻ എന്ത് പറയും, പെണ്ണെ മുടി കാണിച്ചാലും കുഴപ്പമില്ല, ചോറിലുണ്ടായത് മുടി ശ്രദ്ധിക്കണം. എനിക്കതൊന്നും പ്രശ്നമില്ല കേട്ടോ. എനിക്കൊക്കെ കിടക്കുമ്പോ ചോറിലും മുടികൾ കിട്ടലുണ്ട്, ഞങ്ങൾ മാറ്റി വെക്കും, ഞങ്ങൾ ഭക്ഷണം കഴിക്കും. കരിപ്പിച്ചുട്ടിപ്പോ എന്താ എന്റെ പെണ്ണടിച്ച് മുടിയിട്ടില്ലല്ലോ. അബദ്ധത്തിൽ അതൊന്നും തെറ്റൊരിക്കലും, ഇതൊക്കെ ചില ആളുകൾ വലിയ തെറ്റായി കാണുന്നവരൊക്കെ ഉണ്ട്. ഒരിക്കലും നമ്മളതൊന്നും ആളുകളൊക്കെ ശ്രദ്ധിക്കണം. ചോറിൽ മുടിയെ കിട്ടിക്കഴിഞ്ഞാൽ ആ ഭാഗം കുറച്ചൊക്കെ മാറ്റിയിട്ട് എന്ത് ചെയ്യാൻ നമ്മൾ കഴിക്കും. അപ്പോ നമ്മള് ദ്വാരിക്കലുണ്ട്. നമ്മള് ചില ഭർത്താവും ഭാര്യയൊക്കെ വീട്ടിലുണ്ടാകുമ്പോൾ നമ്മള് തലമുടി ഒന്നും ഇതില്ല, നമ്മൾ ശ്രദ്ധിക്കൂല. കാരണം എന്താ, പുറത്തുള്ള ഒരാള് നമ്മളെ വീട്ടില് ഇല്ലല്ലോ. അതെന്തില്ല, പിന്നെ മക്കള് കണ്ടത് ഹറാമില്ല. നിങ്ങൾ സുബഹി നിസ്കാരം കഴിഞ്ഞിട്ടുള്ള ഒരുപാട് വിഷമങ്ങളുണ്ട്, രോഗങ്ങളുണ്ട്. രോഗമൊന്ന് ശിഫയായി കിട്ടാൻ അല്ലേ അള്ളാ നിങ്ങളെ ദുആ കേട്ടു. അപ്പൊ അള്ളാ പറയും, ഇന്ന സ്ഥലത്ത് ഒരാള് രോഗിയുണ്ട്, മലക്കിനെ വിളിച്ച്, മലക്കെ നിങ്ങൾ അവിടെ പോയിട്ട് ഒന്ന് മന്ത്രിക്കുന്നറിയും. മലക്ക് വളരെ സന്തോഷത്തോടെ നിങ്ങളെ ശരീരത്തിൽ ഇങ്ങനെ കയറി വരുമ്പോ നിങ്ങളെ തലയിൽ എന്തുണ്ടാവില്ല, ഉണ്ടാവില്ലേ? ഞാൻ പറഞ്ഞ ശരിയല്ലേ? ആണോ? അപ്പൊ മലക്കൾ എന്ത് ചെയ്യും, തിരിച്ച് അപ്പൊ നമ്മളെ ദുആ സ്വീകരിക്കും. ഞാൻ പറഞ്ഞ ശരിയല്ലേ? നമ്മളെന്തില്ല, അത് ശ്രദ്ധിക്കൂല. കാരണം എന്തില്ല, പുറത്തുള്ള ആളില്ലല്ലോ, അതുകൊണ്ട് ശ്രദ്ധിക്കൂല കേട്ടോ. ഈ പെണ്ണ് ചുവപ്പ് മക്കനെ കറുത്ത മക്കനെ കണ്ണ് കാണുന്നില്ല, കണ്ണാടി ഇപ്പൊ വെള്ളമായി കാണുന്നു. അപ്പോ അല്ലാഹു ബർക്കത്ത് നൽകട്ടെ. അപ്പൊ നാളെ മുതൽ എന്ത് ചെയ്യും, തലമുടി ചേച്ചിമാരും പിന്നെ മറച്ചിന് കുഴപ്പമില്ല കേട്ടോ. അപ്പൊ ഈ ഒരു പെണ്ണുങ്ങള്, ഒരു മുഴുമയായ പെണ്ണ് തലമുടി മറക്കാതെ ഇവിടെ വന്നു. നിങ്ങള് വിഷമം മാറാൻ വേണ്ടി റഹ്മത്തിന്റെ മലക്കുകൊണ്ട് വരും. അപ്പൊ ആ മുടി കാണുമ്പോൾ നിങ്ങൾ കയറി വരുമോ, മലക്ക് വരുമോ? അതുകൊണ്ട് തിരിച്ചു പോകാൻ നമ്മള് അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഒരൊറ്റ സ്വലാത്തുൽ ഫാത്തിഹ, ഒരൊറ്റ ഫാത്തിഹ കേട്ടോ. കുട്ടിക്ക് ബിസ്ക്കറ്റ് ചായ കൊടുക്കണോ? لا حضرة روح نبينا وحبيبنا المصطفى ومربنا محمد صلى الله عليه وسلم. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم
وعلى آله حق قدره ومقداره العظيم. اللهم صل صل على على سيدنا سيدنا محمد محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالهادي إلى صراطك المستقيم وعلى آله حق قدره الله يسلمكم الله. آمين. الحمد لله رب العالمين أنعم علينا بالإيمان وهدانا إلى دين الإسلام. آمين. حمدا يوافي نعمه ويكافي مزيدا. آمين. اللهم بارك لنا في رجب وشعبان. آمين. وبلغنا شهر رمضان. آمين. ووفقنا فيه للصيام والقيام والذكر وتلاوة القرآن. آمين. റഹീമായ റബ്ബേ, സദസ്സിൽ വെച്ച് നിങ്ങൾ ഓതിയ സൂറത്തുൽ ഫാത്തിഹ സ്വീകരിക്കണം അല്ലാഹ്. അല്ലാഹ് ഞങ്ങളെ ചൊല്ലിയ സ്വലാത്തുൽ ഫാത്തിഹ സ്വീകരിക്കണം അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ ചൊല്ലിയ സ്വലാത്തുൽ ഫാത്തിഹയുടെ ബറക്കത്ത് കൊണ്ട് ഇവന്ന് ഞങ്ങളെ കൂടെ പറപ്പിങ്ങളെ എല്ലാവരുടെ വിഷമങ്ങളും നീ മാറ്റി കൊടുക്കണം അല്ലാഹ്. എല്ലാവരുടെ സങ്കടങ്ങളും നീ മാറ്റി കൊടുക്കുന്നില്ല. ഞങ്ങളെ ചൊല്ലിയ സ്വലാത്തുൽ ഫാത്തിഹയുടെ ബറക്കത്ത് കൊണ്ട് നൂറെ ഹബീബിന്റെ മുത്തുമണികള് വിഷമങ്ങള് മാറ്റി കൊടുക്കണമല്ലോ. അന്ത്യവിശ്രമം കൊള്ളുന്ന ഞങ്ങളെ ചങ്കില ചോരയായ കരവിന്റെ കത്നമായ ഹബീബായ മുത്തുനബിന്റെ റൗള ശരീഫിലേക്ക് എത്തിച്ചു കൊടുക്കണമല്ലോ. അല്ലാഹുവേ, ഞങ്ങളെ മക്കളെ നന്നാക്കണം അല്ലാഹ്. ഞങ്ങളെ മക്കളെ നന്നാക്കണം അല്ലാഹ്. ഞങ്ങളെ ഭർത്താക്കന്മാരെ നന്നാക്കണം അല്ലാഹ്. അല്ലാഹ്, ഞങ്ങളെ മരുമക്കളെ നന്നാക്കണം അല്ലാഹ്. ഞങ്ങളെ പേരമക്കളെ നന്നാക്കണം അല്ലാഹ്. അവരെ കല്ലിനടിമയാക്കല്ല അല്ലാഹ്. അവരെ കഞ്ചാവിനടിമയാക്കല്ല അല്ലാഹ്. പെണ്ണിന് അടിമയാക്കല്ല അല്ലാഹ്. അവരെ ഫോണിന് അടിമയാക്കല്ല അല്ലാഹ്. അല്ലാഹ്, വീട്ടിൽ സമാധാനം നൽകണം അല്ലാഹ്. ഞങ്ങളെ ഭർത്താക്കന്മാർക്ക് ഞങ്ങളെ ബാധ്യതയാക്കല്ല റബ്ബേ. ഞങ്ങളെ ഭാര്യമാർക്ക് ഞങ്ങളെ ബാധ്യതയാക്കല്ല റബ്ബേ. അല്ലാഹ്, കുടുംബത്തിന് സമാധാനം നൽകണം അല്ലാഹ്. സന്തോഷം നൽകണം അല്ലാഹ്. രോഗം തന്ന് പരീക്ഷിക്കല്ല അല്ലാഹ്. രോഗം തന്ന് പരീക്ഷിക്കല്ല അല്ലാഹ്. തമ്മരുനി ശിഫയാക്കണം അല്ലാഹ്. തമ്മരുനി ശിഫയാക്കണം അല്ലാഹ്. ബറക്കത്ത് നൽകണം അല്ലാഹ്. ഞങ്ങളെ മക്കളെ പഠിപ്പിലെ ബറക്കത്ത് നൽകണം അല്ലാഹ്. ഞങ്ങളെ മക്കളെ ഉന്നതങ്ങൾ എത്തിക്കണം അല്ലാഹ്. അവരെ IAS കാരനാക്കണം അല്ലാഹ്. ഞങ്ങളെ മക്കളെ ഡോക്ടറാക്കണം അല്ലാഹ്. ഞങ്ങളെ മക്കളെ കളക്ടറാക്കണം അല്ലാഹ്. ഞങ്ങളെ മക്കളെ എഞ്ചിനീയർ ആക്കണം അല്ലാഹ്. അതിനുള്ള ബുദ്ധി ഞങ്ങളെ മക്കൾക്ക് നൽകണം അല്ലാഹ്. ഒരുപാട് പേര് കടങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്നവരാണ്. കടങ്ങളെ വീട്ടാനുള്ള സമ്പത്ത് നൽകണം അല്ലാഹ്. കടക്കാരനായി ഞങ്ങളെ നീ മരിപ്പിക്കല്ല റബ്ബേ. കടക്കാരനായി ഞങ്ങളെ മരിപ്പിക്കല്ല അല്ലാഹ്. ഞങ്ങളെ മക്കളെ പ്രവാസികളാണ്. ഞങ്ങളെ ഭർത്താക്കന്മാരെ പ്രവാസികളാണ്. ഞങ്ങളെ പേരമക്കളെ പ്രവാസികളാണ്. ഞങ്ങളെ മരുമക്കളെ പ്രവാസികളാണ്. അവരെ ജനാദ പെട്ടിയിലാക്കി നാട്ടിലേക്ക് കൊണ്ടുവരേണ്ട ഒരവസ്ഥ വരുത്തല്ല റബ്ബേ. അവസ്ഥ വരുത്തല്ല റബ്ബേ. ഒരാളെ മുന്നിലും ഞങ്ങളെ കൈ നീട്ടേണ്ട തരല്ല അല്ലാഹ്. ഞങ്ങളെ മക്കളെ കെട്ടിക്കാൻ, ഞങ്ങൾക്കൊരു വീട് വെക്കാൻ, ഞങ്ങളെ മക്കൾക്ക് മരുന്ന് വാങ്ങാൻ, അതല്ലെങ്കിൽ കിഡ്നി മാറ്റി വെക്കാൻ, ഡയാലിസിസ് ചെയ്യാൻ വേണ്ടി ഒരാളെ മുന്നിലും ചെന്ന് കൈ നീട്ടേണ്ട ഗതികേട് തരല്ല റബ്ബേ. അല്ലാഹ്, ജയിലിൽ കിടക്കുന്നവർക്ക് മോചനം നൽകണം അല്ലാഹ്. റാഹത്ത് നൽകണം അല്ലാഹ്. സമാധാനം നൽകണം അല്ലാഹ്. സന്തോഷം നൽകണം അല്ലാഹ്. മക്കളെ സഹായിച്ചവരുണ്ട്, പാവപ്പെട്ടവരെ സഹായിച്ചവരുണ്ട്, സ്ഥലം വാങ്ങാൻ പൈസ തന്നവരുണ്ട്.
എല്ലാവർക്കും നീ സമാധാനം നൽകണമല്ലോ, സന്തോഷം നൽകണമല്ലോ. മക്കളെ സഹായിച്ചവരെ നീ സഹായിക്കണമല്ലോ. നൂറെ ഹബീബിന്റെ മുത്തമണികളാണ്, സ്വർഗം വാജിബാക്കണമല്ലോ, നരകം ഹറാമാക്കണമല്ലോ. രോഗം തന്ന് പരീക്ഷിക്കല്ല അല്ലാഹ്. പല ആളുകളും രോഗികളാണ്. തലയുടെ മൂർത്താവ് മുതൽ കാലിന്റെ പല്ല വരെ രോഗങ്ങളാണ്. എല്ലാവരുടെ രോഗവും നീ ശിഫയാക്കണം അല്ലാഹ്. എല്ലാവരുടെ രോഗവും നീ ശിഫയാക്കണം അല്ലാഹ്. മരുന്ന് കുടിച്ചിട്ട് മാറാച്ച ഒരു രോഗം ഞങ്ങൾക്ക് തരില്ല റബ്ബേ, ഒരു രോഗം ഞങ്ങൾക്ക് തരില്ല അല്ലാഹ്. ഒരുപാട് പേര് ബ്ലഡ് ടെസ്റ്റിന് കൊടുത്തവരുണ്ട്, അനുകൂലമായ റിസൾട്ട് നൽകണം അല്ലാഹ്. മക്കളില്ലാത്ത ആരെങ്കിലും ഈ സദസ്സിലുണ്ടെങ്കിൽ അവർക്ക് സ്വാലിഹായ മക്കളെ നീ കൊടുക്കണമല്ലോ. വീടില്ലാത്തവർക്ക് ഹൈറായ വീട് നൽകണേ അല്ലാഹുവേ. ഒരുപാട് പേര് കടങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്നുണ്ട്. ആധാരങ്ങളെ ബാങ്കിലാണ്, സ്വർണ്ണാഭരണങ്ങളെ ബാങ്കിലാണ്. അത് എടുക്കാനൊരു വഴി ഞങ്ങൾക്ക് കാണിച്ചുകൊണ്ട് അല്ലാഹ് ഞങ്ങളെ കാണുമ്പോ ഈ മക്കൾക്ക് വേണ്ടി, പാവപ്പെട്ടവർക്ക് വേണ്ടി സ്ഥലം വാങ്ങാൻ വേണ്ടി ഞങ്ങളെ സഹായിക്കുന്നവരുണ്ട്, സ്വർണം തന്നവരുണ്ട്, തരുന്നവരുണ്ട്, മുമ്പ് തന്നവരുണ്ട്. എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകണമല്ലോ അല്ലാഹു. ഈ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട്, ഇവിടെ ഈ ദുആയുടെ ബറക്കത്ത് കൊണ്ട്, കൂടെ പറപ്പിങ്ങളെ ആമീന്റെ ബറക്കത്ത് കൊണ്ട്, റജബ് മാസത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഇനി ഒരു തങ്ങളെ മുമ്പിലും ഒരു ഉസ്താദിന്റെ മുന്നിലും ചെന്ന്, ഒരു ഡോക്ടർ മുന്നിലും ചെന്ന് വിഷമങ്ങളും രോഗങ്ങളും പറയുമ്പോൾ അവസ്ഥ വരുത്താതിരിക്കട്ടെ. ഇതൊരു തങ്ങളെ മുമ്പിൽ പോയി അവസ്ഥ വരുത്താതിരിക്കട്ടെ. ഒരു ഡോക്ടർ മുന്നിലും ചെന്ന് അവയവങ്ങളെ കാണിച്ചു കൊടുക്കുന്ന അവസ്ഥ വരുത്താതിരിക്കട്ടെ. പ്രയാസങ്ങളെ മാറ്റി കൊടുക്കണമല്ല. ഇല്ലാത്തവർക്ക് വിഷം നൽകണമല്ല, ഇല്ലാത്തവർക്ക് അക്കാമ പോയവർക്ക് വിഷയം ചോദ്യം നൽകണമല്ല. സുഹൃദാരന്റെ സുഹറിൽ നിന്ന് കാക്കണമല്ലോ, കണ്ണാറുകാരന്റെ കണ്ണാറെന്ന് കാക്കണമല്ലോ, സ്വീകരിക്കണമല്ലോ. മക്കൾക്ക് 5 വഖത്ത് ഞങ്ങൾക്ക് നിസ്കരിക്കാതെ മനസ്സ് നൽകണമല്ലോ. بسم الله والهادي رسول الله كل مجاهد لله وأهل البدير يا الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله. من الآفات والنقمة ومن هم ومن أمة بأهل البدير يا الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله. ാനുണ്ടോ ഹബീബോരിൽ ചൊല്ലോനി സ്വലവാത്തുൽ ഫാത്തിഹ, അതിനാൽ തീരാത്ത കഥനമുണ്ടോ, മാറാത്ത രോഗമുണ്ടോ. അതാണ് സ്വലാത്തുൽ ഫാത്തിഹ. ആമീൻ. കുറച്ച് കാര്യങ്ങൾ